ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിപിൻ സ്പീക്ക് അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ട് സിനിമകളെ കുറിച്ചിട്ട് ഹൃദയപൂർവ്വം ലോക. അപ്പോ ഇന്ന് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ലാലേട്ടൻ ഫാൻ, പക്ഷെ എനിക്ക് ലാലേട്ടന്റെ പടത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ലോക. ഞാൻ ആദ്യം ആ പടത്തെ കുറിച്ച് തന്നെ പറയാം. മലയാള സിനിമയില്, അതായത് ഞാൻ ഒരുപാട് ഭാഷകളിലെ സിനിമകൾ കാണുന്ന ഒരാളാണ്. പക്ഷെ മലയാള സിനിമയിൽ എന്തുകൊണ്ടാണ് ഒരു ഹോളിവുഡ് ലെവൽ പടം വരാത്തത്? അത് സ്റ്റോറി വൈസ് അല്ല, മേക്കിംഗ് വൈസ്. അതുപോലെ ഒരു ഇന്റർനാഷണൽ അപ്പീൽ തരുന്ന ഒരു ചിത്രം. അതായത് നമ്മൾ വിചാരിക്കുന്ന, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് വേറെ കാര്യം. കാരണം ഞാൻ പറഞ്ഞ ആ ഒരു മേക്കിംഗ് വൈസ്, ആ ഷോർട്ട് ഡിവിഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ടോപ്പ് ടോപ്പ് നോച്ച് വർക്ക് ഓഫ് മലയാളം ഫിലിം ഈസ് വൈഫെയർ ഫിലിംസ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. എന്താണ് മോനെ ഇത് എടുത്തു വെച്ചിരിക്കുന്ന പരിപാടി? ഇത് മലയാള സിനിമയാണെന്നുള്ളത് അതിൽ അഭിനയിച്ച ആൾക്കാരെ കണ്ടാലല്ല നമുക്ക് മനസ്സിലാവില്ല. കാരണം അമ്മാതിരി വിഷ്വൽസ്, അമ്മാതിരി ഷോട്ടുകള്, അതുപോലത്തെ എഡിറ്റിംഗ്, അതുപോലെ ആക്ഷൻ സീക്വൻസ്. ഏതൊരു ഇംഗ്ലീഷുകാരാണ് ഈ ആക്ഷൻ സീക്വൻസ് ചെയ്തത്? അയാളുടെ പേര് എനിക്കറിയില്ല. ഈ സിനിമയുടെ ബഡ്ജറ്റ് 10 കോടിയാണെന്നാണ് പറയുന്നത്. 10 കോടി. എത്ര? 10 കോടി. ഇത് ഒരു തെലുങ്കിലോ അല്ലെങ്കിൽ തമിഴിലോ ഏത് ലാംഗ്വേജിൽ എടുക്കണമെങ്കിലും, മലയാളം ഒഴിച്ച്, ഒരിക്കലും ഈ ബഡ്ജറ്റിൽ നിൽക്കൂല. ഒരു 100-150 കോടിയുടെ മേലേക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് കോസ്റ്റ് മാത്രം വരിക. ആ സാധനം 10 കോടി റുപ്യക്കാണ് ഇവര് മൊത്തത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ശരിക്കും പാൻ ഇന്ത്യ റിലീസ് ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഇത് പാൻ ഇന്ത്യൻ ചെയ്താലേ ഹിറ്റ് അടിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വേണ്ടത്. മാർവൽ, DC, ആ ഒരു റേഞ്ച് സാധനം ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതിലെ ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നെസ്ലിൻ, പിന്നെ കല്യാണി പ്രിയദർശൻ. കല്യാണി പ്രിയദർശൻ എന്റെ മോനെ എന്ത് ലുക്കാണ്! ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നിയതിനെ. ഓരെ കൂടെ ആ ലോകം, ആ ഒരു വേൾഡ് ബിൽഡിംഗ്, അത് വേറെ ലെവലാട്ടോ. അതുപോലെ നെസ്ലിൻ പെർഫോമൻസ് വൈസ് മുമ്പിലേക്ക് സിമ്പിൾ റോൾ, അതായത് ആള് സ്ഥിരം ചെയ്യുന്ന ക്യാരക്ടർ തന്നെയാണ്. അത് ആ സിനാരിയോ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് ക്യാമിയോസ് ഉണ്ട് ഈ സിനിമയിൽ, അതൊക്കെ വേറെ ലെവലാണ്. ഇതില് പിന്നെ മ്യൂസിക്, ജേക്സ് ബിജോയ്, സൂപ്പർ സൂപ്പർ വർക്ക്. അതുപോലെ ചന്തു സലീം കുമാർ ഉണ്ട്, അദ്ദേഹം അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതില് വില്ലൻ കഥാപാത്രം ചെയ്ത ആളുകളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സാൻഡി മാസ്റ്റർ ഒക്കെ അടിപൊളിയുണ്ട്, നല്ല പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഒക്കെ. പിന്നെ ഇതിന്റെ ഇന്റർവെൽ ബ്ലോഗ് ഒരു കിടിലൻ മൊമെന്റ് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ മൊത്തത്തിൽ പടം നല്ല വൈബായി പോകുന്നുണ്ട്. സിനിമയുടെ ഒരു ത്രൂ ഔട്ട് അധികം ടൈമും എടുക്കാതെ ഒരു കഥയിലേക്ക് പെട്ടെന്ന് കടന്നു. ഇതിലെ ഒരു ഇൻട്രോ സീക്വൻസിൽ തന്നെ ഒരു അനിമയ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ ലെവലാണ്. വരാൻ പോകുന്ന സിനിമകളിൽ വരാൻ പോകുന്ന നടന്മാരെ ഓരോ ഹിന്റ് കൊടുക്കുന്ന, ഓരോ ക്യാമിയോസ് വരുന്നൊക്കെ ഒരുപാട് സർപ്രൈസ് നിങ്ങൾക്ക് ഈ സിനിമയിൽ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് കേട്ടോ. നിങ്ങളത് കണ്ട് ആസ്വദിക്കണം. കാരണം അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കുക. പിന്നേക്ക് വെക്കരുത്. പിന്നേക്ക് വെച്ചാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം ഉണ്ടാക്കും. കാരണം OTT നിന്നൊന്നും കണ്ട ഈ സിനിമയുടെ റേഞ്ച് നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറഞ്ഞ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നശിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ്. കാരണം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഈ സിനിമയുണ്ട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കോമിക് ബുക്ക് ഫിലിംസ് നല്ലോണം കാണുന്നുണ്ട്. അതായത് ഈ മാർവലിന്റെയും DCന്റെ ഒക്കെ സിനിമകൾ ഞാൻ നല്ലോണം കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ എന്താ മലയാളത്തിൽ മിന്നൽ മുരളി വന്നില്ല എന്നല്ല. പക്ഷെ മിന്നൽ മുരളി ഒന്നും അല്ല. മിന്നൽ മുരളിയെക്കാളൊക്കെ എത്രയോ ഹൈ ക്വാളിറ്റി വൈസ് ആണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടും അതുപോലെ തന്നെ പെർഫോമൻസ് കൊണ്ടും ഒക്കെ മിന്നൽ മുരളി ബെഞ്ച് മാർക്കാണ്, അല്ലെന്നല്ല. പക്ഷെ ഈ സിനിമ ഒരു പടി മേലെയാണ്. ഒരുപാട് സർപ്രൈസുകൾ നിങ്ങൾക്ക് വേണ്ടി ഈ സിനിമ കാത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം, കാണാതിരിക്കരുത്. ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗ് വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലെ നിമിഷ് രവിയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. കിട്ടില്ലെങ്കിലുള്ള ഷോട്ടുകൾ ഇഷ്ടം പോലെ വായിട്ടിരിക്കുക. പിന്നെ ജേക്സ് ബിജയുടെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഇനി പറയണില്ല, വേറെ ലെവലാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അതാണ് ഈ സിനിമയിലെ എന്റെ അഭിപ്രായം. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം. നിങ്ങളൊരു സൂപ്പർ ഹീറോ ഫാൻ ആണെങ്കിൽ, മലയാള സിനിമയിൽ ഇതുപോലുള്ള സിനിമകൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹൃദയപൂർവ്വം. നമ്മുടെ സ്വന്തം ലാലേട്ടൻ, സത്യനന്ദിക്കാട്, അതുപോലെ ഒരുപാട് പേര്, സിദ്ദിഖ്, ജനാർദ്ദനൻ, അതുപോലെ സംഗീത് പ്രതാപ്, സംഗീത, മാളവിക മോഹൻ, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുള്ള ഒരു കിടിലൻ സിനിമ. കിടിലൻ സിനിമ മീൻസ് ഞാനിതൊരു ഭയങ്കര മാസ് പടം അല്ലെങ്കിൽ ഹൈ എൻഗേജിംഗ് ആയിട്ടുള്ള ത്രില്ലർ പടം അങ്ങനൊന്നുമല്ല. സിമ്പിള്, വളരെ അടിപൊളിയായി നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ പഴയകാല ലാലേട്ടൻ, സത്യനന്ദിക്കാട് കോമ്പോലൊക്കെ വന്നിരുന്ന ഒരു ഫാമിലി ചിത്രമില്ലേ, ആ ഒരു ലെവല് പടം. ഇവര് തൊട്ട കണ്ടന്റ് നല്ല രസമുണ്ട്. കാരണം ഇവര് ഇതിൽ എടുത്തിരിക്കുന്ന ആ ഒരു പ്ലോട്ട് അത് നല്ല രസമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റോറി എഴുതിയിരിക്കുന്ന നമ്മുടെ നൈറ്റ് അവേഴ്സ് എന്ന് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അത് ചെയ്ത വ്യക്തിയാണ് ഇതിന്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്, ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ അതിലെ അനൂപ് സത്യനും പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മകന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ആ പുള്ളിയാണ് ഇതില് അവരും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ശരിയാണ്, ഈ ഒരു പുതുമ ഇതിൽ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അവർ ആ പുതിയ ആളുകൾ ഇതിൽ വർക്ക് ചെയ്തതിന്റെ കാരണം സ്ഥിരം സ്റ്റൈലിൽ നിന്ന് കുറച്ചുകൂടെ മാറിയാണ് ഈ സത്യനന്ദിക്കാട് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു നാച്ചുറൽ, അതായത് ആ ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും പുതിയ കാലത്തിനും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ സ്റ്റോറി പോണത്. ലാലേട്ടനെ പ്രസന്റ് ചെയ്ത രീതി അത് അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ ആ ലുക്ക് ഒന്ന് മാറിയിട്ടുണ്ട്. താടിയുടെ കരനൊക്കെ ഒന്ന് കുറച്ച് പഴയൊരു കുസൃതി തുളുമ്പുന്ന ലാലേട്ടൻ നമ്മൾ പറയില്ല, ആ IT സിനിമയിൽ നമുക്ക് കാണാം. അത് എനിക്ക് നല്ല ഇഷ്ടം, ഞാൻ കണ്ടിരുന്നു അങ്ങനെ ഒരുപാട് നേരം.
പിന്നത്തെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഇതിൽ അഭിനയിച്ച സംഗീത് പ്രതാപാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. സിദ്ദിഖിക്ക അത് വേറെ ലെവലാണ്. എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ച ലാലു ലക്സ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ കുറച്ചു നേരം എഴുന്നള്ളൂ നമ്മുടെ സംഗീത മേഡം അവരും അടിപൊളിയായി പെർഫോം ചെയ്തിട്ടുണ്ട്. മാളവിക അവരുടെ ക്യാരക്ടറിന് നീതി പുലർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല രസകരമായ ഒരു സിനിമ. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഓടുകുതിര ചാടുകുതിര എന്ന് പറഞ്ഞ സിനിമ റിലീസായിരുന്നു. പക്ഷെ എനിക്കത് കാണാൻ തോന്നുന്നില്ല സത്യത്തില്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കത് കാണാൻ നമുക്ക് എല്ലാ സിനിമകളും കാണുമ്പോൾ ഒരു ഹുക്ക് ഉണ്ടാവില്ല. പോയി തിയേറ്ററിൽ പോയി കാണണം. എനിക്കത് തോന്നിയിട്ടില്ല. ഞാൻ എന്തായാലും കാണുന്നുണ്ട്. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട് ട്ടോ. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ കൊടുത്താൽ അത്രയും സന്തോഷം. കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സിനിമയാണ് തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യം? നിങ്ങൾ ഏതാണ് കാണാൻ പോകുന്നതെന്നൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഓടുകുതിര ചാടുകുതിര റിവ്യൂ നമ്മൾ തുടർന്ന് വരും. സൺഡേക്കുള്ളിൽ ഞാൻ അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും ട്ടോ. അപ്പോ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി 2 സിനിമകളും കാണുക. രണ്ടും ടോപ്പ് പടങ്ങളാണ്. രണ്ടും 2 ജോണറിൽ പെട്ട രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമകളാണ് ട്ടോ. ഫാമിലി ഓഡിയൻസിന് ഒന്നുകൂടി ഞാൻ പ്രിഫർ ചെയ്യുക ഹൃദയപൂർവ്വമായിരിക്കും. അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാൻ പോകുന്ന സിനിമ ലോകയായിരിക്കും. കാരണം ലോക ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം ഫിലിം എവർ മെയ്ഡ്. നിങ്ങളൊന്ന് പോയി കണ്ടു. മേക്കിംഗ് വൈസും സ്റ്റോറി വൈസും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡൊമിനിക് അരുണാണ് ആ സിനിമയുടെ സംവിധായകൻ. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് ട്ടോ. അദ്ദേഹത്തിന് കിടിലൻ ഡയറക്ഷനാണ്. അദ്ദേഹത്തിന് ഇതിന് മുമ്പ് ഇറങ്ങിയ തരംഗം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല സത്യമാണ്. എന്നാൽ പോലും ഈ സിനിമ അടിപൊളിയായിട്ടുണ്ട്. നല്ല നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. സൂപ്പർ ഫിലിമാണ്. അപ്പൊ ശരി.